എളുപ്പമായില്ലേ? ഇനിയും കുറയ്ക്കരുത് പ്ലീസ്. ഒരു 5 പെൺകുട്ടികളെങ്കിലും എന്റെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനും വരുന്നുണ്ട്. ഞാനും കൂടെ വരാം. ദൂരെ നിന്ന് ഞാൻ നോക്കും, അടുത്ത് വരില്ല. അത് തന്നെയാ നല്ലത്. നീ ദൂരെ നിന്നാ മതി. അടുത്ത് വന്നാലേ ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ദൂരെ പോകും. എന്തായാലും ശരി, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. പിങ്കി ഫിംഗർ. ഡേറ്റിങ്ങിന് പോകുന്നതാരാ? നിങ്ങൾ. അപ്പോ ചേഞ്ച് ചെയ്യേണ്ടത് ഞാനാണല്ലോ. കറക്റ്റ്. സോ ലേഡി മുഖാകുമ്പോ ഈ ഡ്രസ്സിൽ തന്നെ വന്നാ മതി. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എന്നെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നത് ഇതാണ്. പിന്നെ അതിനുശേഷം ഞാൻ മാഞ്ഞു പോകും. ഒരു പെൺകുട്ടിയിൽ നിന്ന് രണ്ടാമത്തെ പെൺകുട്ടിയിലേക്ക്, രണ്ടാമത്തിൽ നിന്ന് മൂന്നാമത്തേലേക്ക്, മൂന്നാമത്തിൽ നിന്ന് നാലാമത്തിലേക്ക്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും. ഞാനൊരു വണ്ടിനെ പോലെയാണ്. ഒരു പൂവിൽ തന്നെ ഒരുപാട് നേരം ഇരിക്കാറില്ല. മതി, ഒന്ന് മതിയാക്കോ. ഇങ്ങനെ സ്വയം പ്രശംസിക്കരുത്. കുറച്ച് പ്രശംസ ആ കാണാൻ വരുന്ന കുട്ടികൾ കൂടി മാറ്റി വെച്ചേക്കൂ. എന്റെ പ്രശസ്തി കണ്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് അസൂയ എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെന്താ? ചുമ്മാ വാ തുറന്ന് ബ്ലാ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒന്ന് നേരെ സംസാരിക്കേ. ഇനി പോകാമോ? ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ കയ്യിലുള്ള കാശൊന്ന് കാണിക്കേ. അല്ലെങ്കിൽ എന്തിനാ കൈയും കാലും വെച്ചൊരു ATM കൂടുള്ളപ്പോ ക്യാഷിന്റെ ആവശ്യം എന്താ? പിന്നെ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ക്യാഷിന്റെ കണക്കൊന്നും പറഞ്ഞു. ഡ്രിങ്ക്സ് കഴിക്കാൻ പോവാണെങ്കിൽ എനിക്ക് ഡ്രൈവറിനെ വിളിച്ച് വണ്ടി എടുക്കാൻ പറയണം. സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഇപ്പോ പോകുന്നത് നിന്നോടൊപ്പം ആണെങ്കിലും തിരിച്ചു വരുന്നത് നിന്നോടൊപ്പമാണെന്നതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്താ അത് കഴിഞ്ഞ് എങ്ങോട്ട് പോവാനാ? നോക്ക്, ഡേറ്റിനാ പോകുന്നേ. ചിലപ്പോ അതിനുശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എനിക്കിപ്പോ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യണോന്ന് പറഞ്ഞാൽ അവളെയും കുട്ടി വീട്ടിൽ വരാൻ പറ്റുമോ? ഒബീസിലി അവളുടെ വീട്ടിലേക്കല്ലേ പോകും. നിർത്തി എന്തിനാ? Disgusting is the word. ഇദ്ദേഹം ശരിക്കും സീരിയസ് ആണോ അതോ സീരിയസ് ആയി തമാശ പറയാണോ? ഇവിടെ നിന്റെ മുഖമല്ലേ വിളറിയുള്ളൂ. അവിടെ ചെല്ലുമ്പോ നിന്റെ ബോധം കൂടി പോകും. ഇവളെന്താ ഇപ്പൊ വിളിക്കുന്നേ? അച്ഛമ്മയുടെ ഫോൺ പേഴ്സണലാണ്. എനിക്കും അതെ. അവളെ തടഞ്ഞില്ലേ? അല്ലെങ്കിൽ അവളെന്തിനാ തടയുന്നത്? ഇൻഫാക്ട് അവള് ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ് അവൾ. എന്ത്? എന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെയാണോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? ഓഫ് കോഴ്സ്. എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഒരു പെൺകുട്ടിയല്ലേ ആഗ്രഹിക്കുന്നത്? ആഫ്റ്റർ മാരേജ് ഫ്രീഡം. കല്യാണം കഴിഞ്ഞും അവകാശമൊന്നും പറയില്ല എന്ന് വെച്ചാൽ ഫുൾ സ്വാതന്ത്ര്യം. ഇത്രയും സ്വാതന്ത്ര്യം നല്ലതല്ല. വേഗം നന്നായിക്കോളൂ, ഇല്ലെങ്കിൽ വഴി തെറ്റി പോവും. നോക്ക്, നീ പറഞ്ഞ വഴികളിലൂടെ ഞാൻ പോയതാ, പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല. ഇനിയപ്പോ ഒന്ന് വഴി തെറ്റി പോയി നോക്കാം. നല്ല രസമായിരിക്കും അല്ലേ? പോയാലോ? പോവാം, ഇല്ലെങ്കിൽ വരാൻ ഒരുപാട് താമസിക്കും. എങ്കിൽ കേറ്. അത്രയ്ക്ക് പൊസസീവ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ നിന്റെ വയറ്റിൽ മറ്റൊരാളുടെ കുഞ്ഞുണ്ടാകുമായിരുന്നില്ല. മനസ്സിലായോ നിനക്ക്? എന്തിനാ എങ്ങനെ നോക്കുന്നത്? Sweetheart, this is a fact. And you better start facing the reality. കാരണം ഇനി ഏട്ടനെങ്ങാനും സത്യം അറിഞ്ഞാണ്ടല്ലോ, നിനക്ക് നന്നായിട്ട് അറിയാം എന്താ സംഭവിക്കുകയെന്ന്. അതുകൊണ്ട് ഏട്ടൻ എന്ത് ചെയ്യുന്നോ അത് ചെയ്യാൻ സമ്മതിക്കാം. ഏട്ടൻ എങ്ങോട്ട് പോകുന്നോ, ആരുടെ ഒപ്പം പോകുന്നോ പോകാൻ അനുവദിക്കും. വളരെ കഷ്ടപ്പെട്ട സമ്മതിച്ചത്. അതിൽ നീ ഇനി മണ്ണ് വാരിയിടരുത്. വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് ഡ്രാമയൊക്കെ കാണിച്ചു. ഏട്ടന് വീണ്ടും എല്ലാം തിരിച്ചു കിട്ടുമ്പോ അപ്പൊ നമുക്ക് ഏട്ടനെ എങ്ങനെയെങ്കിലും നമ്മുടെ വശത്താക്കാം. അപ്പൊ പിന്നെ മുമ്പത്തെ പോലെ എല്ലാം ശരിയാവും. Until then, relax. നോക്കൂ, 2 ടേബിൾ ബുക്ക് ചെയ്യണം. ആ 2 ടേബിളും തമ്മിൽ വളരെ കുറച്ച് ഡിസ്റ്റൻസും വേണം. ഓക്കെ? അല്ല, 2 ടേബിൾ എന്തിനാ? ഒരു ടേബിൾ ബുക്ക് ചെയ്താ പോരെ? ഞാൻ ഇന്ന് തന്നെ ഡേറ്റ് ചെയ്താ പോരെ? അപ്പോ ക്യാഷ് ലാഭമല്ലേ? ഞാൻ എന്റെ ക്യാഷ് അല്ല, സമയമാണ് ലാഭിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ പക്കൽ 2 മണിക്കൂറേ ഉള്ളൂ. അതിനുശേഷം ഡേറ്റ് ആവുക. ഇവളെ ഡേറ്റിന് കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവളെ ഡേറ്റിനല്ല, വല്ല വയലിലും കൊണ്ട് നിർത്തണം. അപ്പോ കാക്ക ഓടിക്കാനുള്ള കോലം ആവുമല്ലോ. മമ്മി, മമ്മി ഇത് എവിടെയാ? അതെ, എന്തിനാ ഇങ്ങനെ മമ്മി മമ്മി എന്ന് വിളിച്ച് അലർന്നേ? നിനക്കറിയില്ല ഇത് ഞാൻ ഉറങ്ങുന്ന സമയമാണെന്ന്? അതൊക്കെ എനിക്കറിയാം. പക്ഷെ മമ്മിയോട് എനിക്ക് അർജന്റ് കാര്യം പറയാനുണ്ട്. എന്നാൽ അത് പറയേ. നിന്റെ തല തിരിഞ്ഞ ചിന്തകൾ മാത്രമാ. അതും ആ പ്രിയ കാരണം. നീ ഇപ്പൊ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് നിന്റെ തലയ്ക്ക് സുഖമില്ലാതായതാ. അതുകൊണ്ടാ നീ ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിക്കുന്നത്. പക്ഷെ മമ്മി മനസ്സിലാക്കുന്നില്ലേ? അതെ, എന്റെ പക്കൽ അത്രയ്ക്ക് ടൈം ഒന്നുമില്ല. എനിക്ക് ഉറങ്ങണം. പിന്നെ രാജ് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നീ ആദ്യം തന്നെ അവനെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ. ഇനി അവൻ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? പോയിവിടുന്ന്. മമ്മി സത്യം തന്നെയാ പറയുന്നത്. മമ്മിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നിങ്ങൾ എന്തൊരു അമ്മയാ. നിങ്ങളുടെ മകൻ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കാണെങ്കിൽ ഉറങ്ങിയാ മതി. ശരി, നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങും. ഞാൻ എന്റെ തിരിഞ്ഞ തല കൊണ്ട് ചിന്തിച്ചോളാം എന്റെ ഭർത്താവിനെ എന്ത് ചെയ്യണമെന്ന്. എങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? കിടന്നു.
കള്ളം പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ കള്ള ഡേറ്റിംഗിൽ ഒറിജിനൽ പെൺകുട്ടികളെ എങ്ങനെ കൊണ്ടുവരാന്? ബോറടിച്ചിട്ട് വയ്യ. മനസ്സ് പറയുന്നു ഇവളെയും പിടിച്ചിരുത്തി ബോറടിപ്പിക്കണമെന്ന്. പക്ഷേ എങ്ങനെ പിടിച്ചിരുത്തും? ഇനി ഇവൾക്കെങ്ങാനും ഒരല്പം സംശയം തോന്നിയാൽ ഞാൻ കള്ളം പറഞ്ഞാനുള്ള ഡേറ്റിങ്ങിന് കൊണ്ടുവന്നേന്ന്, എങ്കിൽ ഇവൾ ശരിക്കുള്ള മുഖാമ്പോയി മാറും. എവിടെ നിങ്ങളുടെ ഡേറ്റിങ്ങിനുള്ള പെൺകുട്ടികൾ? അവരെല്ലാം എന്നെ കാണാനല്ലേ വരുന്നത്. അതിന് നീ ഇത്ര ഡിസ്പ്ലേ എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്റെ അമ്മ ഡിപ്രഷനിലൂടെയാണ് പോകുന്നത്. അമ്മ വളരെ അപ്സെറ്റ് ആണ്, അമ്മ ടെൻസ്ഡ് ആണ്. എനിക്കറിയാം ചേച്ചിക്ക് ഈ മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. പക്ഷെ എനിക്ക് എന്റെ അമ്മയാണ് ഇമ്പോർട്ടന്റ്. ഞാൻ അമ്മയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല. നോക്ക്, ഞാൻ എന്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. നീ എന്നോട് ഇത്രയും പറഞ്ഞാൽ മതി നീ ആരുടെ സൈഡാണെന്ന്. ഒരു മിനിറ്റ്, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബുൾബുൾ, ഒബ്വിയസ്ലി ഞാൻ നിനക്കൊപ്പാ, നിന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും. ബുൾബുൾ, നിനക്ക് നിന്റെ അമ്മ എത്ര ഇമ്പോർട്ടന്റ് ആണോ, അമ്മയുടെ സന്തോഷം എത്ര ഇമ്പോർട്ടന്റ് ആണോ, അതുപോലെ എനിക്ക് നീ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, എനിക്കറിയാം നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്തിലാ കിട്ടുന്നതെന്ന്. നല്ലതാണ്. ബ്രേക്ക് ദി ഐസ്. പിന്നെ ആളുകൾ ഓരോ കാരണം പറഞ്ഞല്ലേ കുടിക്കുന്നത്. കുറച്ചുപേര് കുടിക്കുന്നത് അവർക്ക് പറയാൻ ആളില്ല എന്ന് പറഞ്ഞ്, പിന്നെ കുറച്ചുപേര് കുടിക്കുന്നത് കേൾക്കാൻ ആളില്ല എന്ന് പറഞ്ഞല്ലേ. ഇവിടെ പറയാനും ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. എന്താ പറയാനല്ലേ വന്നേ? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് അറിയാമോ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന്? ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. നിന്നെ എനിക്ക് വളരെ... നിങ്ങൾക്ക് മദ്യപിക്കുമ്പോ ധൈര്യം കിട്ടില്ലേ? അതുപോലെ എനിക്ക് മുഖം കഴുകുമ്പോ ഞാൻ ഇപ്പൊ വരാം. തിരിച്ചു വരണേ, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. യെസ്, യു ഹാവ് ഡൺ ഇറ്റ് അബി. നീ ഒരു ഡ്രിങ്ക് കൂടി കുടിക്കേ, എന്നിട്ട് നിന്റെ ജോലി നീ കംപ്ലീറ്റ് ചെയ്യും. തനുവിന്റെ മെസ്സേജ് ആണല്ലോ. അബി, എന്ത് സംഭവിച്ചാലും ഡേറ്റിൽ ഇന്ന് പ്രിയയ്ക്ക് മദ്യം കൊടുക്കരുത്. ഞാനതിൽ വിസ്കി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിന്റെ അകത്ത് ചെല്ലുമ്പോൾ നിന്റെ ഉള്ളിലുള്ളത് പുറത്തു വരും. അപ്പോൾ അറിയാം നീ സത്യത്തിൽ ആരാണ്. പഴയതുപോലെയാണോ അതോ ഇപ്പോ ഞാൻ കാണുന്നത് പോലെ ലേഡി മുഖാമ്പയാണോ? എന്തുപറ്റി? തലറങ്ങുന്നോ? അത് നീയൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോ ക്ഷീണം തോന്നുന്നതാവും. കുറച്ചുകൂടെ ജ്യൂസ് കുടിക്കേ, അപ്പോ അതങ്ങ് മാറിക്കോളൂ. എനിക്ക് ഏത് സമയത്താണെന്തോ ഇവളെ കുടിപ്പിക്കാൻ തോന്നിയത്. ഈ രാത്രി എന്റെ അവസാനത്തെ രാത്രിയാണെന്നാ തോന്നുന്നത്. പോകുന്ന വഴിക്ക് ഞാൻ നിനക്ക് റോഡ് സൈഡിൽ നിന്ന് ഫുഡ് വാങ്ങിത്തരാം. പോവാം. എടുക്കാനോ? നീ എന്താ ചെറിയ കുട്ടിയാ? ചെറിയ കുട്ടിയൊന്നല്ല ഞാൻ വലുതാ. എങ്ങോട്ട് വേണമെങ്കിലും നടന്നു പോവാ, എങ്ങോട്ട് വേണമെങ്കിലും നടന്നു വരാം. You want to see? What? ഒരു മിനിറ്റ് പിടിക്കണ്ട, ഞാൻ കുട്ടിയല്ല. വാച്ച് മീ. നോ വണ്ടി. 11 നമ്പർ ബസ്. 11 നമ്പർ ബസ് എന്ന് വെച്ചാ 11 എന്നുവെച്ചാ നടന്നു പോവും വീട്ടില്. ഞാൻ ആദ്യം പോവും, നിങ്ങള് പുറകെ വരും. വന്നോ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഹലോ രാമേട്ടാ, വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് ആ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് ഒന്ന് വാ. മാർക്കറ്റിൽ നിന്ന് റൈറ്റ് എടുക്കണേ, ഞങ്ങൾ അമ്പലത്തിനടുത്തുണ്ട്. ശരി. നീ രാജ്ഞിയൊന്നല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ. നീ ഇപ്പൊ എവിടെയാ പോകുന്നേ? നേരെ നിക്ക്. എന്നിട്ട് നീ രാജ്ഞിയൊന്നല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ. നീ ഇപ്പൊ എവിടെയാ പോകുന്നേ? ഡിംപിൾസ്. ഡിംപിൾസ്? നിങ്ങളുടെ മുഖത്ത് ഡിംപിൾസ് ഉണ്ട്. ഒന്ന് മുഖം തിരിച്ച് നോക്കട്ടെ. മഴ പെയ്തല്ലേ, വെള്ളം കെട്ടി നിക്കൊന്ന് നോക്കട്ടെ.
വിട്ടെ ചുമ്മാ ഇരുന്നേ. സോറി നോക്ക്, നിങ്ങൾ എന്നെ ഡേറ്റിന് വിളിച്ചുകൊണ്ട് പോയി, എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ കാണുമ്പോ നിങ്ങൾക്ക് ഫീലിങ്സ് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഉത്തരം അറിയണ്ടേ, റൈറ്റ്? എന്തിനാ നിങ്ങൾക്ക് എന്റെ ഉത്തരം? എന്റെ ഉത്തരം എന്താന്ന് ഞാനിപ്പൊ പറയാവേ. എന്റെ ഉത്തരം മനസ്സിലെന്താന്ന് എന്നോട് പറയും. എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാ ഹൃദയമിടിപ്പ്, ബ്ലഡ്, വെയിൻ, ആർട്ടറി, പിന്നെയും കുറെ സാധനങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം പറഞ്ഞേ, നിങ്ങക്ക് ഈ കണ്ണാടി വെച്ച പെമ്പിള്ളേരല്ലേ ഇഷ്ടം, പിന്നെ എന്നെ എന്തിനാ ഡേറ്റിങ്ങിന് കൊണ്ടുപോയ? തലയ്ക്ക് സുഖമില്ലാത്തോണ്ട്. തലയ്ക്ക് വട്ടും പിടിച്ച് ഡേറ്റ് കുളമായി ഈ രാത്രി മുഴുവൻ നശിക്കാൻ പോവാ. പക്ഷെ നിങ്ങളുടെ തലയ്ക്ക് എങ്ങനെ സുഖം? പ്രശ്നമൊന്നും ഉണ്ടാക്കി കാണില്ലല്ലോ. എന്റെ ദൈവമേ, എങ്ങനെ അറിയാനാ? ഈ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ചേച്ചി ഇത്ര ആകാംക്ഷയോടെ ആരെയാ കാത്തു നിൽക്കുന്നേ? ചേച്ചി, ആരെയാ കാത്തു നിൽക്കുന്നേ? പ്രിയേ, അല്ലാതെ വേറെ ആരെ കാത്തിരിക്കാനാ? പ്രിയയെ കാത്തിരിക്കുന്നോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്താ മറച്ചു വെക്കുന്നത് അത് എനിക്കറിയില്ല. ഇനി എന്നോട് പറയ, എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്ന്. നീയേ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് തോന്നുന്നത് നിനക്ക് വയസ്സായെന്നാ. എനിക്ക് മുന്നേ തന്നെ നിന്റെ ബുദ്ധി പ്രിയയില്ലേ? പ്രിയ അവൾ അഭിയേയും കൂട്ടി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യാണ് അഭിയെ കുറിച്ച്. പ്രിയ അഭിയെ കൂട്ടിക്കൊണ്ടുപോയിന്നോ? എവിടേക്ക്? എനിക്കെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞിട്ടാണോ പോയത് അവൾ? ഒന്ന് ഫോൺ ചെയ്യ. അയ്യോ, അതല്ലേ ഞാൻ പറഞ്ഞത്. 10 തവണ ഫോൺ ചെയ്തതാ, ഫോൺ കിട്ടുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? കാത്തിരിക്കും, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? ശരി, തുടരൂ കാത്തിരിപ്പ്. അല്ല, ഒട്ടല്ല, not at all. ഇവന്റെ മുടി നീണ്ടതാ, നിങ്ങളുടെ മുടി ചെറുതാ, ചുണ്ട്. അത് കണ്ട, അത് നോക്ക്. ആദ്യം എന്റെ മുടി നല്ല നീണ്ടതായിരുന്നു. ഇല്ല, എന്നാലും just look at him. അങ്ങോട്ടല്ല, എന്റെ മുഖത്തോട്ട് നോക്ക്. എന്നിട്ട് എന്റെ മുഖത്തോട്ട് നോക്കി പറ. എനിക്കറിയാം നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നറിയില്ല. നീ കാണുന്നത് പോലെയൊന്നും അല്ലെന്ന്. പിന്നെ നീ മുമ്പ് എങ്ങനെയായിരുന്നോ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന്. അല്ലേ? ഏയ്, നീ ഉറങ്ങാൻ പാടില്ല. നീ എന്നോടൊന്ന് സംസാരിക്കും. എനിക്കറിയണം നീ എന്താ എന്നിൽ നിന്ന് ഒളിക്കുന്നതെന്ന്. You're right. ഞാൻ നിങ്ങളിൽ നിന്നൊരു കാര്യം ഒളിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഞാൻ നിങ്ങളോടത് പറഞ്ഞില്ല.
തന്നെയാണല്ലോ പെരുമാറിയത്. അതിന്റെ അർത്ഥം അതിനെപ്പറ്റി അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കാം. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നാ ചിന്തിക്കേണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവൾ ഉണരും. ഇന്നലെ രാത്രി ഞാൻ ഇവളെ പറ്റിച്ച് കള്ളു കുടിപ്പിച്ച കാര്യമൊക്കെ ഇവൾ അറിയുകയും ചെയ്യും. ഉണർന്ന ഉടനെ എൻ്റെ അടുത്ത് അടി കൂടാനും വരും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉണരുന്നതിന് മുമ്പ് ചെയ്യണം. പക്ഷേ അബി എന്താണ് ചെയ്യുക? യെസ്, അത് കൊള്ളാം. കുറച്ച് ടിപ്പിക്കലാണ്. എന്തായാലും കാര്യം നടക്കും. കാരണം എല്ലാ പെൺകുട്ടികൾക്കും അത് ഇഷ്ടമാണ്. നിന്റെ ചിന്തകൾക്കൊന്നും ഒരു മാറ്റം സംഭവിച്ചില്ല അല്ലേ തനു? കാര്യം എന്ത് തന്നെ ആയാലും അതിനെല്ലാം ഒരു ഒറ്റ മീനിങ് നിനക്കുള്ളൂ അല്ലേ? ഞങ്ങൾക്കിടയിൽ എന്തായാലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് എന്റെ പ്ലാൻ എല്ലാം സക്സസ് ആയി വന്നതാ. പക്ഷെ ആ സമയം എന്റെ തലയ്ക്കകത്ത് എന്ത് കയറിയെന്നറിയില്ല. ഞാൻ വിസ്കി മിക്സ് ചെയ്തങ്ങ് കൊടുത്തു. അതോടെ എല്ലാം കുളമായി. ഐ എം സോറി അബീബ്. അബീബ്, നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് ആ പ്രിയ ഒട്ടും വിശ്വാസമില്ല. ഞാൻ കരുതി അവൾ ആ ഡ്രിങ്ക്സ് കഴിച്ച ശേഷം, അതുകൊണ്ട് ഞാൻ അവൾ ഒത്തിരി ഡ്രിങ്ക്സ് കഴിച്ചു, ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ. പിന്നെ നിനക്കറിയില്ലേ ഞാൻ പെൺകുട്ടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കാറുള്ളൂ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ നിന്നോട് എങ്ങനെയാ തെറ്റിയതെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഈ ചെയ്യുന്നതെല്ലാം ഹൃദയത്തിൽ നിന്നായിരിക്കോ ചെയ്യുന്നത്? പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഇത്രയും മാറാൻ ഒന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇനി വേദനിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിലും അയാളെ വിളിച്ചിരുന്നു. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാനിപ്പോ വരാം. ആ ചേച്ചി, പിന്നെ ഇത്രയും പൂക്കളോടുന്ന അത് നീയല്ല എന്നോട് പറയേണ്ടത്. ആരോ ഒരാള് എന്റെ റൂമിൽ ഇത്രയും പൂവൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് നിനക്ക് അറിയുമില്ല. അപ്പൊ നിനക്ക് ജോലിയിൽ ഇത്ര ശ്രദ്ധയേ ഉള്ളൂ അല്ലേ? ചേച്ചി, പക്ഷേ എന്റെ ഡ്യൂട്ടി ടൈം 8 മണിക്കാണല്ലോ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് 8 മണിക്ക് മുന്നേ വെച്ചതാണെന്നാ. കാരണം ഞാൻ വന്നതിന് ശേഷം ഈ റൂമിലേക്ക് വേറെ ആരും കയറിയിട്ടില്ല. ശരി, സാരമില്ല. ഇനി മുതൽ എന്റെ റൂമിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം നീ അറിയണം. നിഖിലിനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാനിപ്പോ വരാം. നന്നായി, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഓരോരുത്തരോടായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബൈ ദ ബൈ, നീ എന്തിനാ ഇയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഇയാളെയോ? ഐ മീൻ ഇദ്ദേഹത്തെ, നിഖിലിനെ. എനിക്ക് ഈ വീട്ടിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ നിന്റെ പെർമിഷൻ വേണ്ടല്ലോ തനു. നിന്റേതോ ഇല്ല, കുറഞ്ഞത് ഇവളുടെയെങ്കിലും കല്യാണം നടത്തണ്ടേ? എന്റെ അച്ഛമ്മ, എനിക്കത് ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഒരു നല്ല പയ്യനും കൂടി ഒത്തു വരണ്ടേ? പയ്യൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ആരും കാണുന്നില്ലേ? തൊട്ടടുത്തോ? ആരാ അത്? വേറെ ആരാ? നിഖിൽ. ഐ മീൻ ക്ലാസി ആണ്, ലൈക്ക് ആലിയ. ഹാർഡ് വർക്കിംഗ് ആണ്. ആലിയോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അയാള്. ഇറ്റ്സ് എ മാച്ച് ഐ തിങ്ക്. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. നീ മിണ്ട. ചെവി തുറന്ന് കേക്ക്. ആരെയാണോ തിരുത്തേണ്ടത് അത് തിരുത്തണം, സംസാരിക്കേണ്ടത് സംസാരിക്കണം. നോക്ക്, ഇക്കാര്യം ഇവിടെ തന്നെ അവസാനിച്ചിരിക്കണം. അല്ലാതെ ഡയറക്റ്റ് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കൃത്യമായും സത്യം മാത്രം പറയും. ഞാൻ ആലിയെ കല്യാണം കഴിക്കാത്തതിന് കാരണം താനുവിനെ പ്രണയിക്കുന്നതുകൊണ്ടാണെന്ന് പറയും. പിന്നെ ഇതെല്ലാം പറയുന്ന സമയത്ത് എന്റെ ബിസിനസ് ഡീലിംഗ്സിൽ യാതൊരുവിധ ഉലച്ചിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ എന്റെ തലയ്ക്ക് തീ പിടിച്ചാ എല്ലാം തീർത്തുകളയും ഞാൻ. എനിക്കറിയില്ല കാർത്തിക് എന്നെ ഇത്രമാത്രം വെറുക്കാൻ എന്ത് കാരണമാണെന്ന്. എന്റെ ഹൃദയത്തിന്റെ ശബ്ദം അവനിൽ എത്താത്ത അത്രയും ദൂരം
അവനിൽ നിന്നും അവൻ എന്നെ അകറ്റി നിർത്തി. ഞാൻ ചെയ്തതെല്ലാം അവന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. മനഃപൂർവ്വം അകറ്റി നിർത്തിയതാണ് എന്നെ. എന്തിനാണ് അവൻ എന്നെ ഇത്രയും വെറുക്കുന്നത്? ഈ വെറുപ്പ് എന്റെ കാർത്തികിനെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു. എന്റെ പഴയ കാർത്തിക് തിരികെ വന്നിരുന്നെങ്കിൽ, എപ്പോഴും ചിരിക്കുന്ന, സന്തോഷമായിരിക്കുന്ന. ചിലപ്പോൾ ഞാൻ അവനിൽ നിന്നും ഒത്തിരി അകന്നു പോയാൽ ഒരുപക്ഷെ അവന്റെ ചിരി തിരികെ വരുമായിരിക്കും. സൂര്യ, അങ്ങനെയൊന്നും അതല്ല, നമ്മൾ തളർന്നു പോവാൻ പാടില്ല. നിനക്കറിയാമോ, എനിക്കും എന്റെ ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാ. ഇപ്പൊ അദ്ദേഹം എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം അല്പമെങ്കിലും ഉണ്ടാവുന്ന. സൂര്യയും എന്നെ പോലെ ധൈര്യത്തോടെ പെരുമാറണം. നീ എന്നോട് പ്രോമിസ് ചെയ്യ. ഇന്ന് തന്നെ അവൻ നിന്നെ വെറുക്കുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുമെന്ന് പ്രോമിസ് ചെയ്യ. എന്നോട് കണ്ടുപിടിക്കില്ലേ? എന്നിട്ട് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷന് നീ കണ്ടെത്തണം. ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെയാ പ്രിയേച്ചി സൂര്യയുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്? അവന്റെ നല്ലതിനു വേണ്ടി അദ്ദേഹത്തിനെതിരെ നിന്നുകൊണ്ട് ശത്രുക്കളെ നേരിടുക. അതുപോലെ നീയും ധൈര്യം കാണിക്കണം. നിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടണം. ഞങ്ങളെപ്പോലെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും പ്രചോദനമാണ് ചേച്ചി. പിന്നെ ഞങ്ങൾക്കറിയാം, വിജയം ചേച്ചിയുടെയും ഏട്ടന്റെയും സ്നേഹത്തിന് തന്നെ ആയിരിക്കും. യഥാർത്ഥ വിജയം എപ്പോ ഉണ്ടാകുമെന്നറിയോ? അത് നിന്റെ പ്രണയത്തിലും നിന്റെ വിവാഹ ജീവിതത്തിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുമ്പോഴാ. ഇനി നിങ്ങൾ എനിക്ക് വാക്ക് തരണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ നേരിടുമെന്ന്. കൂടാതെ ജീവിതത്തിൽ എത്ര ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും മനസ്സിന്റെ ധൈര്യം കൈവിടില്ലെന്ന് സത്യം ചെയ്യൂ എന്നോട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇന്ന് ഈ കുങ്കുമത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ഞങ്ങൾ മൂവരും ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ധീരമായി നേരിടും. ഇത് സത്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരെ ഞങ്ങൾ പ്ലാനിംഗ് തയ്യാറാക്കുന്നതായിരിക്കും. നീ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം. എനിക്ക് അമ്മയുടെ ഈ സ്റ്റേറ്റ് കണ്ടു നിൽക്കാൻ പറ്റില്ല. ബുൾബുൾ നോക്ക്, ഇത് ഒരുപാട് ദിവസമൊന്നും വേണ്ട, കുറച്ചു ദിവസത്തെ കാര്യമുള്ളൂ. പിന്നെ നീ പറഞ്ഞതുപോലെ അയാളുടെ പേര് അത് മറച്ചു വെക്കേണ്ട ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല. കാരണം ദിവസം കഴിയും തോറും ആ സംശയം കൂടിക്കൂടി വരിക. അത് മറ്റാരുമല്ല, നിഖില. നിഖിൽ? അതെ, നിഖിൽ. തനുവും നിഖിലും പലവട്ടം മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തനു നിഖിലിനോട് ഇടപെടുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഒക്കെ കാണുമ്പോ അവർക്കിടയിൽ എന്തോ കാര്യമായി ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുക. അതുകൊണ്ട് തന്നെയാ ആലിയുടെ നിഖിലിന്റെയും കല്യാണത്തെ പറ്റി നിന്റെ കല്യാണത്തിന്റെ കാര്യം. എനിക്കൊരു കല്യാണവും കഴിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതാ, എനിക്ക് ആ നിഖിലിനെ കല്യാണം ഒന്നും കഴിക്കണ്ട. നിനക്കെന്താ പ്രശ്നം? ഏട്ടന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഏട്ടന് പ്രിയ പറഞ്ഞ കാര്യത്തിൽ പോയി നിൽക്കുകയാണോ? എന്ന് വെച്ചാൽ അവൾ എന്ത് പറഞ്ഞാലും ഏട്ടൻ അനുസരിക്കുന്നതാണോ? ഐ മീൻ, എനിക്ക് എന്റെ ചോയ്സിലുള്ള ഒരാളെ അല്ലേ കല്യാണം കഴിക്കേണ്ടത്. ശരി, അപ്പൊ നിന്റെ ചോയ്സ് എന്താ? പ്രണവാണോ? നോക്ക്, യു നോ, അതായത് ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നു. ഐ മീൻ, ഐ എം ഔട്ട് ഓഫ് ദാറ്റ് ചാപ്റ്റർ. നീ അതിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ നീ പ്രൂവ് ചെയ്ത് കാണിക്കേ നിനക്ക് പ്രണവിനോട് യാതൊരുവിധ ഇഷ്ടമില്ലെന്ന്. ഏട്ടാ, ഈ കാര്യമൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താ ഉള്ളത്? എനിക്ക് നിഖിലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഐ കൻ നോട്ട് മാരി ഹിം. അല്ല, നിന്റെ പ്രോബ്ലം എന്താ? എന്താ ആഗ്രഹമുണ്ടോ? അതൊക്കെ ഞാൻ നിനക്ക് സാധിച്ചു തന്നാ പോരെ? നോക്കേട്ടാ, ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഓൾ ദിസ്, ബട്ട് എന്റെ സമ്മതം മാത്രം പോരല്ലോ ഇതിന്. നിഖിലിന്റെയും കൂടെ സമ്മതം വേണമല്ലോ. ഞാൻ റോക്ക് സ്റ്റാർ അബിയുടെ സഹോദരിയാണെന്ന് ചിന്തിച്ച് ആരും എന്നെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. എന്നെ കണ്ടിട്ട് യുനോ ഹി ഷുഡ് മാരി മീ ബിക്കോസ് ഓഫ് മീ. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. നിന്നോട് ഇപ്പോ കല്യാണം കഴിക്കാനല്ലോ പറയുന്നത്, ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു, ഇഷ്ടമാണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് നിഖിലിനെ കൂടുതൽ അടുത്തറിയാൻ പറ്റും. എന്നിട്ട് നമുക്കൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവനുമായിട്ടുള്ള കല്യാണം നടത്തൂ, പോരെ? അളിയ, നീ ആലോചിച്ചൊരു തീരുമാനം പറ. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വിട്ടേക്ക്. ഇങ്ങോട്ട് കമോ. ബലൂണിന്റെ കൂടെ ആരായിരിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? നീ എടുത്തു വെച്ചതായിരിക്കും. ഞാനോ? ഞാനിപ്പോ എടുത്തോണ്ട് വന്നു. ഞാൻ എപ്പോൾ എടുത്തോണ്ട് വന്നു? ഇന്നലെ രാത്രി നീ
ഓ, അതിന്റെ അർത്ഥം നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ ഇന്നലെ രാത്രി എന്താ ഉണ്ടായെന്ന്? അപ്പോ എനിക്ക് മാത്രമേ അറിയൂ അല്ലേ ഇന്നലെ രാത്രി നമുക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന്, അല്ലേ? എന്താ സംഭവിച്ചെന്നല്ലേ? അത് തന്നെ സംഭവിച്ചത്. അത് വളരെ മുമ്പ് തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? മനസ്സിലായില്ല. അത് പിന്നെ വേറൊന്നുമില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ നീ ഇവിടെ ഒന്നും നിൽക്കില്ല. ഞാൻ പറയത്തില്ല കേട്ടോ. എന്താ ചെയ്തു ഞാൻ? ഇതാ ചെയ്തത് നീ. ഇതുപോലെ എന്റെ കൈ പിടിച്ച് മുറിയുടെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് നടന്നു. അപ്പോ നീ ഇതുപോലെ എന്റെ അടുത്ത്. അതിനുശേഷമുള്ള കാര്യം ഞാൻ നിന്നോട് പറയത്തില്ല. എന്താ പറഞ്ഞൂടത്തെ? വേണ്ട, മര്യാദക്ക് പറഞ്ഞു. നാണം വരുന്നു എനിക്ക്. ഞാനൊരു സത്യം പറയട്ടെ. എന്തൊക്കെ അപ്പോൾ സംഭവിച്ചോ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോ ഒരു കാര്യത്തിന് വേണ്ടി പോവുമായിരുന്നു. ശ്രമമാണോ അതോ എന്നെ ജോലിന്ന് പിരിച്ചു വിടുകയാണോ? സാറിനെ മനഃപൂർവ്വം പറഞ്ഞുവിടാൻ നോക്കുവാണോ? അതായത് ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട്? ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ ഒരാളുമായിട്ട് നടത്താൻ പോവുക. അതുകൊണ്ട് നിന്നെപ്പോലൊരു മരമണ്ടനെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? ഇല്ല സാർ, ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല സാർ. സാറിന്റെ ഫാമിലി എനിക്ക് എന്റെ ഫാമിലി പോലെയാണ്. അതായത് സാറിന്റെ സഹോദരി എന്റെ സഹോദരിയെ പോലെയാണ്. അതുകൊണ്ട് സാർ ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്നില്ല. സാറിനെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കണം പ്ലീസ്. എങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്യും. നീ പത്നിയെ പോയി ഒന്ന് സഹായിക്കും. ഇനി നീ നിന്റെ ചേച്ചി പറയുന്ന കാര്യം എന്തെങ്കിലും കേട്ട് ചെയ്യാൻ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാലോ. ഓക്കെ സാർ, താങ്ക് യു സാർ. പക്ഷേ സാർ, നിഖിലിനെ ശരിക്കും കല്യാണം കഴിച്ചു. എന്റെ എല്ലാ പ്രോബ്ലവും അതോടെ അവസാനിക്കും. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണം? എന്തൊക്കെയാ നീ പറഞ്ഞു വരുന്നേ? അല്ലെ, ഞാൻ പറഞ്ഞതിന് അർത്ഥം പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇത്രയും നാളെ നിഖിലിനെ ഒരു മണ്ടനാക്കിയാ വെച്ചിരുന്നത്. പക്ഷെ അല്ല, നീയാണ് സെൽഫിഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് തനു. അല്ലെ, ലിസൺ ടു മീ. എനിക്ക് ദേഷ്യം നിഖിലിനോട് മാത്രമല്ല നിന്നോടും കൂടിയാണ് കേട്ടല്ലോ. How could you say that? അല്ലെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. നീ പറയുന്നത് മനസ്സിലാക്കണം. You know what? Just get out of me. അല്ലെ, stupid, irritating. I mean, എന്താ കരുതിയിരിക്കുന്നത്? നിഖിലെങ്കിൽ നിഖില് ഇവൾ എന്ത് മാത്രം സെൽഫിഷാ. കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്താ ഈ കാണുന്നത്? ഇതും നോക്കി നോക്കി എന്നെ കാത്തിരിക്കുകയാണല്ലേ. ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് വരില്ലായിരുന്നോ? മതിയാക്കിക്കോ ഈ നാടകം. നാടകോ? എന്ത് നാടകം ബേബ്? ബേബല്ല, ബോസ്. ബോസാ ഞാൻ. എനിക്ക് ആര് വന്നാലും ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാനും പോകുന്നില്ല. മനസ്സിലായില്ല? അതൊന്നും വലിയ കാര്യമല്ല. ഞാൻ നിന്നോട് ഒരു കഥ പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ നിനക്ക് ശരിക്കും ചെയ്തു കാണിച്ചു തരട്ടെ. പിന്നെ എന്നാണോ നിനക്കെന്റെ ഫീലിങ്സിൽ വിശ്വാസം വരുന്നത്, അന്ന് നീ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോഴുണ്ടല്ലോ ഈ കഥ ഞാൻ പൂർത്തീകരിച്ചു തരാം. ഇപ്പോഴത്തെ പോലെ വെറുതെ വിടില്ല കേട്ടോ. നോക്ക്, ഒരുപക്ഷെ നീ ഈ കിസ് പീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് എൻ്റെ ഒപ്പം പിടിച്ചില്ലേ? വെറുതെ അകറ്റി നിർത്തല്ലേ. അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. ഗുഡ്. ഇവനെ ഫോണിലും കിട്ടുന്നില്ല.
ഫോണിലെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവനോടൊന്ന് പറയായിരുന്നു ഇത്തവണത്തേക്കൊന്ന് സമ്മതിക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നോക്കാം. കാരണം ഏട്ടൻ പറഞ്ഞല്ലോ കല്യാണത്തിന് ഇനിയും ടൈം എടുക്കുന്നു. അപ്പോഴേക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ധാരാളം ടൈം കിട്ടും. പക്ഷെ ഇന്ന് അവൻ സത്യം മനസ്സിലാക്കിയ എല്ലാ കള്ളങ്ങളും ഒരുമിച്ച് പുറത്തു വരും. ആലിയ ഓടി പോയി ചെയ്യരുത്. കാരണം ഡ്രാമയിലത് നിനക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയില്ലല്ലോ. ഹലോ, ഇത്തവണ ഒരു ഡ്രാമ ഉണ്ടാവില്ല. വളരെ ശരിയായ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. കാരണം അവളെന്റെ അനിയത്തിയാണ്. ഈ ഡിസിഷനിൽ നിന്ന് അവൾ പുറകിലോട്ട് പോവില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല. എന്റെ പഴയ ആലിയെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന്. അപ്പൊ ഇതിനൊരു പാർട്ടി അത്യാവശ്യമല്ലേ ഏട്ടാ? ഓഫ് കോഴ്സ്. പക്ഷെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞിട്ട് നോക്ക്, എസ് പറഞ്ഞത് ആലിയ മാത്രമാണ്. ഓൺസ് നിഖിൽ എസ് പറഞ്ഞാൽ അന്ന് മുതൽ കല്യാണം വരെ തുടർച്ചയായ പാർട്ടിയാണ്. ഹായ് എവരിവൺ. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഫാമിലി ഡിന്നറിന് നിഖിൽ എന്തിനാണ് വന്നത്? അഭി എന്തിനാണ് ഇവനെ വെൽക്കം ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? നന്നായിരുന്നു. സെയിം ഓൾഡ് ബോറിംഗ് മീറ്റിംഗ്. താങ്ക്സ് ഫോർ കമ്മിങ്. ഞാൻ വിചാരിച്ചു ഇനി നീ രാത്രി ആയതുകൊണ്ട് വരില്ലെന്ന്. ആക്ച്വലി മീറ്റിംഗിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു റോസ് സ്റ്റാറിന്റെ ഇൻവിറ്റേഷൻ ആണ്, പോകാതിരിക്കാൻ പറ്റില്ല എന്ന്. മീറ്റിംഗ് ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വെൽ, ആക്ച്വലി ചില ഡിസിഷൻസ് അങ്ങനെയാണ്. അത് നമുക്ക് ഫാമിലി കൂടെ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. നിനക്ക് എൻ്റെ ഫാമിലി മുഴുവൻ അറിയാലോ. എൻ്റെ ഫാമിലിക്ക് നിന്നെയും അറിയാം. ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നിനക്ക് ആലിയെ അറിയാലോ, എൻ്റെ ചെറിയ അനിയത്തി, എല്ലാവരുടെയും കുസൃതിക്കുട്ടി. വെൽ, കുറച്ച് ദിവസങ്ങളായി ഞാൻ അവൾക്ക് പറ്റിയൊരു പയ്യനെ തിരയുകയായിരുന്നു. പക്ഷെ അവൾക്ക് പറ്റിയൊരു പയ്യനെ കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ അതിശയം തോന്നാം. ഐ തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ദ പോയിന്റ്. ഐ ആം നോട്ട് ഗുഡ് അറ്റ് ദിസ്. എൻ്റെ അച്ഛമ്മയ്ക്ക് തോന്നുന്നത് നീ ആലിയയ്ക്ക് പെർഫെക്റ്റ് ആണ്. അവൻ തെറ്റിദ്ധരിച്ചെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഞാൻ സംസാരിച്ച രീതി ശരിയല്ലായിരിക്കാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഒരു കാര്യം ഞാൻ സോറി പറഞ്ഞിട്ട് വേണ്ടേ? ഏട്ടാ, സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടൻ ആരുടെ മുന്നിൽ ചെറുതാകണമെന്ന്. സോ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. കമോൺ ആലിയ, ചിലപ്പോൾ തെറ്റ് എൻ്റെതായിരിക്കാം. പിന്നെ ആരാണ് അനീതിയുടെ കല്യാണത്തിന് പയ്യനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നത്? ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ. സോറി പറയണം. ഞാനെന്തായാലും പോരാ. പക്ഷേ അപ്പൊ ഫൈനലി നിഖിൽ സമ്മതമല്ലെന്ന് തന്നെ പറഞ്ഞു. എന്റെ സംശയം ശരിയായിരുന്നു. നിഖിലിനും തനുവിനും ഇടയിൽ എന്തൊക്കെയുണ്ട്. അച്ഛമ്മേ, എല്ലാം തട്ടിയെടുത്തു. എന്നിട്ടിപ്പൊ ഞങ്ങൾക്ക് ലെക്ചർ തരാൻ വന്നിരിക്കുന്നു. നിന്റെ എന്താ ഞാൻ അതിന് തട്ടിയെടുത്തത്? നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ വിട്ടു തന്നില്ലേ ഞാൻ? നിനക്ക് അയാളെ ഇമ്പോർട്ടന്റ് അല്ലേ? അയാളുടെ പണം മാത്രമാണോ നിനക്ക് വേണ്ടത്? എന്തായാലും കിട്ടാനുള്ളതൊക്കെ എല്ലാവർക്കും കിട്ടി, പോവാനുള്ളതൊക്കെ പോവുകയും ചെയ്തു. ഇനി കയ്യിലുള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ചിലതൊക്കെ ശീലിപ്പിക്കാനും ചില ശീലങ്ങൾ അവസാനിപ്പിക്കാനും രണ്ടും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. സോറി ഫോർ യു. കുറിച്ച് സംസാരിച്ചത് ശരിയായില്ല. ഇനി ഇങ്ങനെ ചെയ്തേ പറ്റൂ. എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം. അവർക്ക് എന്തെങ്കിലും ആലോചിക്കാനുള്ള സമയം കൊടുക്കരുത്. പക്ഷെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിഖിൽ ആലിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതെന്നാ. പിന്നെ ഇങ്ങനെ സംഭവിക്കാം. പ്രഷർ കാരണം ഭയന്നിട്ട് അവൻ നാളെ ചിലപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ. യുനോ ഇറ്റ്സ് പോസിബിൾ. പ്രണവ്, നിന്റെ ഒരു കാര്യം ഇന്നൊന്നും പറയാതിരുന്ന അവൻ നാളെ എങ്ങനെ പറയുന്ന നീ പറയുന്നത്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? തനു ആലിയും മണ്ടികളാണെന്നോ? നിഖില് പറയുന്നതൊക്കെ സമ്മതിക്കാൻ നീ കണ്ടോ? നാളെ നിഖില് വരാൻ പോകുന്നില്ല. അവൻ മിക്കവാറും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ പറയും ഹീസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന്. അതെ, നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? പ്രിയ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് അറിഞ്ഞു. അല്ലെങ്കിൽ നേരെ മണ്ഡപത്തിലേക്ക് വിളിച്ചനെ, എന്നിട്ട് പറഞ്ഞനെ വരൂ, വന്ന് സദ്യ ഇട്ടിട്ട് പോകുന്നു. ചേട്ടാ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ആക്ച്വലി ആലിയ കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല. ഞങ്ങള് ചേട്ടനോട് പറയാനിരിക്കായിരുന്നു. പിന്നെ ഓർത്തു ചേട്ടൻ ബിസി ആണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന്. നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ ഒന്നും എത്തില്ലായിരുന്നു. കാരണം ഈ കല്യാണത്തിന്റെ മാറ്റർ കല്യാണമായിട്ടല്ല, വേറെ എന്തോ ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേസ്, ഇതൊന്നും എന്റെ പ്രോബ്ലം അല്ല. ഞാൻ ഇതിലൊന്നും ഇടപെടില്ല. പക്ഷെ നിഖിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല. അതുകൊണ്ട് സൂക്ഷിച്ചോ.
ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നോക്കാം ആര് ജയിക്കുമെന്ന്, നീയാണോ അതോ എൻ്റെ സ്നേഹമാണോ? എനിവേ ഇന്ന് ഞാൻ നിന്നെ മറുപടി പറയാതെ പോകാൻ സമ്മതിക്കുകയാണ്. അടുത്ത തവണ ഞാൻ ഇതിന് അനുവദിക്കില്ല. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ആർത്തിയുള്ള ഹൃദയം സ്വയം പറയും. ആ ശബ്ദം ഞാൻ കേൾക്കില്ല, നീ തന്നെ കേൾക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് മിസ് പ്രിയ മേനോൻ. ഇദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു കാരണവും ഇല്ലാതെയല്ല. ഇതിനൊക്കെ പുറകിലുള്ള കാരണം എന്തായിരിക്കും? തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സ്നേഹം ഒരാളോട്, കല്യാണം കഴിക്കുന്നത് വേറൊരാള്. എനിക്കറിയില്ല നിന്റെ തലയ്ക്കകത്ത് എന്തൊക്കെയാ തോന്നുന്നതെന്ന്. പക്ഷേ നീ ആഗ്രഹിച്ച പോലും എന്നെ നിന്നെ പോലെ ആക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് ലൈഫിൽ കമ്മിറ്റ്മെന്റ് ഇല്ലായിരിക്കാം, പക്ഷെ എനിക്ക് ലൈഫിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ സ്നേഹിക്കുന്ന ആളെയാണ്. മനസ്സിലായോ? നിന്റെ ഈ മണ്ടത്തിനൊന്ന് നിർത്താമോ? പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കൂ. നിന്റെ ഒരു തെറ്റ് കാരണം കാര്യങ്ങളെല്ലാം വഷളായി പോവുക ചെയ്യാം. അതൊന്നും എനിക്കറിയണ്ട. ഇതൊക്കെ ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തത് നിങ്ങളാണ്. അതിലേക്ക് എന്നെ വലിച്ചെടുക്കരുത്. പിന്നൊരു കാര്യം, നിങ്ങളിത് പ്രതീക്ഷിക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾക്ക് പിന്നെ സോറി പത്മ. ചേച്ചി ചേച്ചി എനിക്ക് തലകറങ്ങുന്ന പോലെ ചേച്ചി. ചേച്ചി ചേച്ചി അയ്യോ ചേച്ചി, എനിക്ക് എന്തോ തലകറങ്ങുന്ന പോലെ ചേച്ചി. അയ്യോ എന്റെ തല, അയ്യോ അയ്യോ. സത്യമായിട്ട് ഞാൻ ഇതിലൊന്നും കലക്കി പോരുത്. എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഞാനും അതാ ആലോചിച്ചത്. ഇന്നലെ വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാത്ത നീ എന്നോട് എന്തിനാ ഇത്ര സ്നേഹം കാണിക്കുന്നെന്ന്. എല്ലാം വെറും ചതിയ. എന്നിട്ട് നീ എന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞ് ഇമോഷണൽ ആക്കാൻ വരെ നോക്കിയില്ലേ? ഇല്ല മാം, ട്രസ്റ്റ് മീ, ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ. അവിടെയോ? ചേച്ചി സാറിന്റെ ആ പൂവ്. മിണ്ടാതിരിക്ക. ഒന്നും തരേണ്ട ആവശ്യമില്ല. വെറുതെ ഡ്രാമ കളിക്ക. പക്ഷെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് പൊക്കോ. ആരോണി, നീ ഇവിടുന്ന് പൊയ്ക്കോ. നീയും. ഓക്കെ. വേറെ ചായ കൊടുത്തുവിടാ. ജീവിതം എത്ര 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 മോഹനം, സുഗന്ധിയാം സുവർണ സന്ധ്യയിൽ വരൂ പ്രിയേ വിലോല ചന്ദ്രികേ. വരൂ വരൂ കിനാവിലൻ പ്രിയേ വിലാസലോലയായി വസന്തം എത്ര എത്ര. ഇനി എന്റെ തലയിലായിരിക്കല്ല, ഞാൻ കാരണമാണ് വൈകിയത്. ഞാനാണ് ഇത്രയും സംസാരിച്ചത്. എന്നാ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഞാൻ പറയാൻ വന്നത്, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കണം. തിരിച്ചു വരുമ്പോഴേ നിങ്ങൾ എനിക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ടുവരണം കേട്ടോ. വേറെന്തെങ്കിലും വേണ്ട, ഇപ്പോ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം മതി. ഞങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചോണ്ടിരുന്നു. പക്ഷെ അമ്മ അതുവരെ ടെൻഷൻ അടിക്കല്ലേ അമ്മ, പ്ലീസ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോ, ഞാനും പൊയ്ക്കോ. ഫൈനൽ ബൈ ബൈ. ഇത്ര വലിയ ഫാമിലിയുമായുള്ള ബന്ധം എല്ലാം കൊണ്ടും വളരെ വലിയൊരു പ്രപ്പോസൽ. അതുകൊണ്ട് ഇന്നലെ ഞാൻ ചെയ്ത എല്ലാത്തിനും നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആക്ച്വലി എനിക്ക് നിന്നോട് സത്യം പറയാമായിരുന്നു. സത്യമോ? എന്ത് സത്യം? അബി, എന്റെ ജീവിതത്തിലെ ഒരു സത്യം ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ സമയം ശരിയാണ്. നീ സത്യം അറിയണം. നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? അവൻ എന്തുദ്ദേശമാണ് ഇതിന് പിറകിലുള്ളതെന്ന്? ആരുടെ കുഞ്ഞാണ് ആ നാണം കെട്ടവളുടെ വയറ്റിൽ വളരുന്നതെന്ന് ആർക്കറിയാം?
അച്ഛമ്മേ, ഈ സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ തനുവിനെ കൊണ്ട് തന്നെ പറയിക്കണം അവളുടെ വയറ്റിൽ ആരുടെ കുഞ്ഞാ വളരുന്നെന്ന്. തനു അല്ലെങ്കിലും സത്യം എങ്ങനെ തുറന്നു പറയാനാ? ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്ക് അറിയാം അച്ഛമ്മ. നമ്മുടെ അടുത്തിപ്പോ അത്ര സമയവും ഇല്ല. എത്രയും വേഗം നമ്മൾ മനസ്സിലാക്കണം അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നും അതും തെളിവുകളോടെ. ഇനി നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, മുന്നിൽ നിന്ന് പ്രവർത്തിക്കാ വേണ്ട. പിന്നെ ബുൾബുളിന്റെ കോള. അവർ രണ്ടുപേരും വരാനിരുന്നതല്ലേ? ചോദിക്കും. എന്റെ ജീവൻ എടുക്കാൻ വരുന്ന പോലെ തോന്നുന്നു. ജസ്റ്റ് റിലാക്സ്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? നീ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആ നിഖിൽ വളരെ സൂത്രശാലിയായ ഒരു കുറുക്കനാ. ഐ മീൻ, ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അവന് നമ്മളെ പോലെയാണെന്ന്. അടുത്ത ഓരോ മൂവും അവൻ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള തെറ്റ് സംഭവിക്കാൻ പാടില്ല. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. യു ആർ റൈറ്റ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഡിന്നറിന് വിളിക്കുക. എന്നിട്ട് നീ അവനോട് പറയണം, ഏട്ടന്റെ കൈവശമുള്ള എല്ലാ സ്വത്തുക്കളും നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ കല്യാണം നടത്താൻ. പക്ഷെ അവനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഞാനത് സംസാരിക്കാനേ പറഞ്ഞുള്ളൂ, അല്ലാതെ കല്യാണം കഴിക്കാനല്ല. നീയും ഏട്ടനുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമുള്ള കാര്യം നമുക്ക് അപ്പം നോക്കാം. അറ്റ്ലീസ്റ്റ് അതുവരെയെങ്കിലും നമുക്ക് അയാളെ നമ്മുടെ സൈഡിൽ നിർത്തണ്ടേ തനു? എന്തിനാ ചെയ്യുന്നത് ഇങ്ങനൊക്കെ? അവൻ എപ്പോഴും സത്യത്തിന്റെ കൂടെയല്ല നിൽക്ക. എന്നിട്ട് എനിക്ക് മാത്രം എന്തിനാ അടിക്കടി തോൽവി തരുന്നത്? ഇത്രയും പ്രോബ്ലംസിന്റെ നടുവിൽ ഒരു തെളിവെങ്കിലും കണ്ണിപ്പെടുത്തിയോ? ഒരു ക്ലൂ എങ്കിലും തന്നോ? ഇല്ലെങ്കിൽ ഇപ്പൊ തനുവിന്റെ കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിഞ്ഞേനെ. എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ തനുവിന്റെ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കായിരുന്നു. വീണ്ടും തോൽവിയാണല്ലോ കിട്ടിയത്. ഈ നിഖിലിന് തനുവുമായി ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെ പറ്റി എന്റെ മനസ്സിൽ ഒരു സംശയം ജനിപ്പിച്ചത്? ഇത്രയും നാൾ അതിനു വേണ്ടി ബേസ്റ്റ് ചെയ്തു, എന്നിട്ടിപ്പോ ഒരു റിസൾട്ടും കിട്ടിയില്ല. അതുകൂടാതെ ഇപ്പൊ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല അവരേത് ട്രാക്കിലാ സഞ്ചരിക്കുന്നെന്ന്. പരസ്പരം ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്യുന്നു, എങ്കിലും അറിയാൻ കഴിയുന്നു ഒരു തുമ്പ് പോലും അവശേഷിക്കുന്നില്ലെന്ന്. ആ തനുവിന്റെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലേ? എന്ത് എന്ത് എക്സ്പ്രഷനാ നിങ്ങൾ കണ്ടത്? പറയാൻ എന്ത് എക്സ്പ്രഷനാ കണ്ടതെന്ന്? അത് നിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനേ ഉള്ളൂ. നോക്ക്, ഈ ഫിലിമിലും കഥകളിലൊക്കെ നമ്മൾ കാണില്ലേ, രണ്ട് പ്രണയ ജോഡികൾ പരസ്പരം കാണുന്നു, പിന്നെ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വന്തമായി തന്നെ സംസാരിക്കുന്നു. ഞാനിപ്പോ സ്വന്തമായി എന്നോട് തന്നെ സംസാരിച്ചു. ഇല്ല, അങ്ങനെ എന്ത് പറയാന്ന് കരുതല്ല. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ പറയുന്നെല്ലാം ഞാൻ അങ്ങ് വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, അത് വളരെ പഴയതായി. നിങ്ങളുടെ ഈ പുതിയ ട്രിക്ക് അങ്ങ് കൈ വച്ചിരുന്നാ മതി. ഹലോ മിസ് ഗ്ലാ, എനിക്ക് ദേഷ്യം വന്നതാ. നിങ്ങൾ ഈ വീഡിയോ ആര് വേണേലും കാണിച്ചോ, എന്നിട്ട് അവരോട് ചോദിക്കാം. ആര് കണ്ടാലും ഇത് തന്നെ പറയും, ഞാൻ ദേഷ്യത്തിലായിരുന്നു അപ്പോന്ന്. തെളിവ് നമ്പർ 2. നിനക്കറിയോ, ഈ മനുഷ്യർക്ക് സ്നേഹം ഉണ്ടാകുമ്പോഴുണ്ടല്ലോ. നിർത്ത, ഇനി ഒരക്ഷരം വേണ്ടി പോരുത്. നോക്കൂ, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ കാണിക്കുന്നൊക്കെ എന്തിനാ ഈ പ്രേമത്തിന്റെ നാടകമൊക്കെ എന്നോട് കളിക്കുന്നേ? നോക്കിയേ, എന്തെങ്കിലും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ. എന്നെ എന്തിനാ ടെൻഷൻ ആക്കുന്നേ? ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്താ വാ തുറക്കാത്തത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇനി ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു. ഈ ജ്യൂസ് പിടിക്കേ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവളോട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറയും. നിങ്ങളുടെ തലയ്ക്ക് സാരമായി എന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കുടിച്ചോ. ഓക്കെ മാഡം, സർവീസ് മാഡം. ഇത്രയും നേരമായിട്ട് ആ മുഖാമ്പോ റൂമിൽ വന്നില്ലേ? ഇനി റൂമൊന്നും മാറിപ്പോയില്ലല്ലോ അല്ലേ? ഇനി അവളങ്ങനെ റൂം ചേഞ്ച് ചെയ്താലോ എന്റെ പരിപാടി എല്ലാം പൊളിയുമല്ലോ. പിന്നെ എങ്ങനെ എന്റെ പ്രോപ്പർട്ടിയും പൈസയൊക്കെ തിരിച്ചു വാങ്ങിക്കുന്നത്? ഇല്ല, എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ആ രാക്ഷസിയെ എന്റെ വഴിയെ കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം ഇപ്പൊ സംസാരിക്കണം. എന്തായാലും നടക്കില്ല, ഞാൻ വളരെ ബിസിയാണ്. പെട്ടെന്ന് തന്നെ നിഖിലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച അവള് കല്യാണം ആവുമ്പോ എന്തായിരിക്കും ചെയ്യുക? ഇനി അവള് കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്റെയും ബുൾബുളിന്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കുമല്ലോ. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോവുകയും ചെയ്യും. ബട്ട് ആ നിഖിൽ വന്നിട്ട് എല്ലാ പ്ലാനും പൊളിച്ചടക്കി. ഇപ്പൊ ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ആലിയുടെ പ്ലാൻ എന്താണെന്നും അവൾ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതെന്നൊക്കെ. എല്ലാം മൊത്തത്തിൽ കുളമായി ആന്റി. സത്യത്തിൽ ഇത് തന്നെയാണോ കാര്യം? അതിന് ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യം എന്താ? നോക്ക്, ഇപ്പോൾ ആലിയുടെ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ അവൾക്ക് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടത്, അതും അവളെ കെട്ടാൻ താല്പര്യമുള്ള ഒരാളെ. പിന്നെ എന്താ, അവള് കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിയാലോ. വാട്ട് എ സൂപ്പർ ഐഡിയ ആന്റി. യു ആർ ഗ്രേറ്റ്. അല്ലേ ബുൾബുൾ? ഗ്രേറ്റ് ഐഡിയ. എന്താ ചെയ്യുന്ന ഇവിടെ? എന്താ ഈ കാണിക്കുന്നേ? ഡാൻസ് ചെയ്യുക. ഡാൻസ്. ഡാൻസോ? എന്നോട് വെറുതെ കള്ളം പറയാൻ നോക്കണ്ട.
ഞാൻ കണ്ടതാ. നിങ്ങൾ അവിടെയുള്ള ആ ഡോറിന് നോക്കി എന്തോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നതും പിന്നെ നിങ്ങൾ കഥകിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ശരിക്കും ശരിക്കും നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതിലെല്ലാം എന്തോ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നാ. നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചേ പറ്റൂ. ഡോക്ടറിന്റെ അടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്. ആ ഡോക്ടർ എനിക്കൊരു അവസരം പോലും തരുന്നില്ലല്ലോ. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ഈ ഡോക്ടർ ചികിത്സിക്കുന്ന കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനാ. എന്ത് കുഴപ്പം? ഇത്രയും മതി. ഇതുപോലെ സ്നേഹത്തോടെ എപ്പോഴും നിന്റെ ഈ കണ്ണി തന്നെ നോക്കിയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും ആഗ്രഹമില്ല. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. Give me a hug. മുകളിൽ നിന്നൊന്നുമല്ല, ഇവിടെ തന്നെ എന്തോ വീണതാ. അവള് വരുന്നു. ഈ പ്രിയ പേപ്പറെങ്ങാനും കണ്ട എല്ലാം വലിയ കുഴപ്പത്തിൽ ചെന്ന് അവസാനിക്കും. എങ്കിൽ അബിയുടെ എല്ലാ ദേഷ്യം എന്റെ അടുത്ത് തീർക്കും. എന്താന്നറിയില്ല, നിന്നെ കണ്ടു നിൽക്കുമ്പോ എന്റെ കൈ പോലും വിറക്കിയ. നീ എപ്പോഴൊക്കെ എന്റെ അടുത്ത് വരുന്നു അപ്പോഴൊക്കെ ഞാൻ. അയ്യേ, നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇതൊരു തരം ഉപദ്രവമാ. അതെങ്ങനെയാ എന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്നെ ഹഗ് ചെയ്യുന്നേ? ഇല്ല, ഇതിന് മാപ്പ് പോലും കിട്ടില്ല നിങ്ങൾക്ക്. എന്റെ അമ്മോ, ഈ മുഖാമ്പയെ ഒരു വഴിക്ക് കൊണ്ടുവരാൻ പെടുന്ന പാട്. അവളെ ഞാൻ വീഴ്ത്താൻ നോക്കുന്ന ഓരോ ശ്രമവും വെള്ളത്തിൽ വരച്ച വര പോലെയാകുകയാണല്ലോ എന്റെ ഈശ്വര. തന്നെ പിടിക്കും. ഐ മീൻ ലൈക്ക് ഏട്ടനെ ചീറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന്. പിന്നെ നിനക്കും അറിയാവുന്നതല്ലേ, നിനക്ക് ഈ പേപ്പേഴ്സ് ഏട്ടന്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പുറത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ പോരായിരുന്നു? ഇപ്പൊ ഈ പേപ്പേഴ്സ് നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നീ എന്താ ഏട്ടന് പേപ്പേഴ്സ് കൊടുക്കാത്ത? ഞാൻ കൊടുത്തായിരുന്നു, പക്ഷെ അവൻ മേടിച്ചില്ല. അബിയനോട് പറഞ്ഞു അവന് കുറച്ച് സമയം വേണമെന്ന്. അവൻ പ്രിയെ ഒന്ന് വളച്ചെടുത്തിട്ട് പോലും ഇല്ലെന്ന്. അതിനൊക്കെ ടൈം എടുക്കുമെന്ന്. അതുവരെ ഈ പേപ്പർ എന്റെ കൈവശം വെക്കാൻ. ശരിയായ സമയം വരുമ്പോ അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. രാജേട്ടാ, നിങ്ങളായിരുന്നോ? ഞങ്ങള് പേടിച്ചു. ഒരു മിസ് കോൾ തരണം കേട്ടോ. ഞാൻ വരാം അവിടെ. ഞാൻ അവന് എന്ത് ക്ലാസ് കൊടുക്കുമെന്നറിയോ? അവന് ഞാൻ നല്ലൊരു ക്ലാസ് എടുക്കും. നീ അത് കണ്ട് മനസ്സിലാക്കിക്കോ. ഇപ്പോൾ സമാധാനമായില്ലേ? ഇനി വേറെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയും. വേറൊരു പ്രോബ്ലം ഇല്ല അച്ഛമ്മ. പക്ഷെ നമ്മൾ പറയുന്ന ഒന്നും അദ്ദേഹം മനസ്സിലാക്കിയില്ലെങ്കിലോ? എങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും വഴി ആലോചിക്കാം. നീ ഒന്നും നടക്കാതെ ആദ്യമേ തന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ശരിക്കും ഒരു തവണ അവന് നന്നായി ക്ലാസ് കൊടുത്താൽ മാത്രമേ അവൻ നേരെ ആകത്തുള്ളൂ. നീ സമാധാനമായിരിക്കെ. ഞാനല്ലേ മോളെ നിന്നോട് പറയുന്നത്. വരൂ, ഇപ്പൊ നമുക്ക് പോകാം. വരൂ. എന്റെ കയ്യില് ഞാൻ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ പോവായിരുന്നു. അപ്പോഴാണ് നീ ഇടയ്ക്ക് കയറി എന്നെ ബ്ലോക്ക് ചെയ്തത്. എന്നാ ശരി, നീ എന്നോട് പറയൂ. നിന്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ എന്താണെന്ന് ഞാൻ കേൾക്കാം. നീ പറയൂ. നോക്ക് പ്രണവ്, ചേട്ടൻ ചേച്ചിയെ ടോർച്ചർ ചെയ്യുന്ന എന്തെന്നാൽ ചേച്ചിയും ചേട്ടനെ ടോർച്ചർ ചെയ്തിട്ടില്ലേ? അപ്പൊ ചേട്ടൻ ചേച്ചി ഫ്ലേർട്ട് ചെയ്യണമെങ്കിൽ ചേച്ചിയും തിരിച്ച് ഫ്ലേർട്ട് ചെയ്യണം ചേട്ടനെ. അങ്ങനെ ചേച്ചി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേട്ടനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് നല്ലൊരു ഐഡിയ ആണല്ലോ ബുൾബുൾ. പക്ഷെ നീ അതെന്നെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. പിന്നെ ഐ എം സോറി. എനിക്ക് സോറി ഒന്നും വേണ്ട. പിന്നെ എന്നെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കാഫി കുടിക്കാൻ കൊണ്ടുപോകണം. ഇത്രയുള്ള കാര്യം. എങ്കിൽ വാ, നമുക്കിപ്പോ തന്നെ പോവാം. വാ, ലെറ്റ്സ് ഗോ. ശരി. ഭാഗ്യം മുറിയിലില്ല. എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇനി പിന്നാലെ എങ്ങനെ ഉണ്ടോ? ഞാൻ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ പേടിക്കുന്ന കണ്ട പൂച്ച എലിയെ പേടിക്കുന്ന പോലുണ്ട്. എന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ലല്ലോ. ഐ ഹാവ് ടു ബി സ്ട്രോങ്. ഇനി എങ്ങാനും എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ ധൈര്യപൂർവ്വം നേരിടും.
പേപ്പേഴ്സ് വീണ് കിടക്കുന്ന കാണിക്കാൻ വേണ്ടി. ഇനി ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ആ പേപ്പേഴ്സ് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചേനെ. അതിന് മാത്രം എന്താ പേപ്പേഴ്സിലുള്ളത്? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെയല്ലേ ഇരുന്നത് പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം എന്നെ പിടിച്ചു പൊക്കി, എന്നിട്ട് എന്നെ ടേൺ ചെയ്തു. അപ്പൊ ആ സമയത്ത് പേപ്പേഴ്സ് എന്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോ അദ്ദേഹം ആരെയോ നോക്കി ആക്ഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ പോകാൻ പറയുന്ന പോലെ. ആരോടായിരിക്കും അത്? ആരെങ്കിലും ചെന്ന് അബിയോട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ? അറിയില്ല പിന്നെ എന്ത് സംഭവിക്കുന്നു. ഐ നോ. അഥവാ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അബിയോട് പോയി പറയും. അബി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ നിന്നെ കല്യാണം കഴിക്കില്ല. അങ്ങനെ അവൻ നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഒന്നും നിന്റെ പേരിലാവത്തില്ല. അങ്ങനെ പ്രോപ്പർട്ടീസ് നിന്റെ പേരിലായില്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കില്ല. റൈറ്റ്? നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സൗണ്ട് കൂട്ടി എന്തിനാ സംസാരിക്കുന്നേ? ഒന്ന് പതുക്കെ സംസാരിച്ചൂടെ? മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നീ നിന്റെ കാര്യം നടക്കാൻ വേണ്ടി പലതും ചെയ്തെന്നിരിക്കും. പറയും. ഒരു സെക്കൻഡെങ്കിലും നിനക്ക് അവന്റേതല്ലാതെ വേറെ ആരുടെയെങ്കിലും കാര്യം പറയാനുണ്ടോ? എന്റെ ഒരു അവസ്ഥ. എന്ത് സാധനം ഇത്? മനുഷ്യന് നേരെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയില്ല. ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല. ഈ ആലി ഇതെവിടെ പോയിരിക്കും? ക്ഷമിച്ചു പറ. വീണ്ടും തുടങ്ങിയിരിക്കാം. ആ പേപ്പേഴ്സ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് കിട്ടട്ടെ, കാണിച്ചു തരാം ഞാൻ. പ്ലീസ് എനിക്ക് മാപ്പ് തരൂ. ഞാൻ അത്രക്കാരനല്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. നിനക്ക് ദേഷ്യമൊന്നുമില്ലേ? അപ്പൊ ഞാൻ ഹഗ് ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഫോൺ ചെയ്യാം. അച്ഛമ്മയോ ആരെയോ വിളിക്കുക, എനിക്ക് ഒരു പ്രശ്നമില്ല. നിനക്കിപ്പോ ഫീലിങ്സ് ചെറുതായിട്ടെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നീ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ആർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നാടി ഈ പറയുന്നേ? ഞാൻ എന്തായാലും ഞാൻ അങ്ങനെ ഒരാളല്ലെന്ന്. എന്താ അച്ഛമ്മ ഒന്നും കണ്ടില്ലായിരുന്നോ? കാണുകയും ചെയ്തു, എല്ലാം കേൾക്കുകയും ചെയ്തു. നീ അച്ഛമ്മയോട് കള്ളം പറയുന്നു. അച്ഛമ്മ അടിക്കല്ലേ. ഈ സ്കെയിൽ, പ്രത്യേകിച്ച് ഈ സ്കെയിൽ ഉണ്ടെന്നെ അടിക്കരുത്. എന്താ അച്ഛമ്മ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അവളെയല്ല കെട്ടിപ്പിടിച്ചത്, അവള് എന്നെയാണ് കെട്ടിപ്പിടിച്ചത്. തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. നിന്റെ ഈ നിറമാറ്റം കാണുമ്പോൾ തന്നെ എനിക്കെല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നീ ക്രാക്കായി ഇത്രയും തരം താഴ്ന്ന ലെവലിൽ പോയിരിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു. ഇനി നോക്കിക്കോ, നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല. സോറി അച്ഛമ്മേ. ഒരു സോറിയും പറയണ്ട. നീ മൊത്തം 50 പ്രാവശ്യം 50 പ്രാവശ്യം എണ്ണി തന്നെ നിന്നെ ഞാൻ അടിക്കും. അച്ഛമ്മേ, ഈ മൊഗാമയുടെ ഫ്രണ്ടിൽ വെച്ച് ഇത്രയും ഹാൻസം ആയ അച്ഛൻ കാണാൻ വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ലേ? ഓ അങ്ങനെ. അപ്പൊ ഈ നിഖിൽ നിന്റെ ഫ്രണ്ടാ അല്ലേ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാ ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ, അതും ഈ നിഖിലിനെ വളരെ നന്നായിട്ട് അറിയാവുന്നത്. അല്ലാതെ എനിക്ക് ഈ സംഭവത്തെ പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമല്ല, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. നീ അത് വിട്ടുകള. ചെറിയ കാര്യമല്ലേ, ഇതെന്തിനാ വലുതാക്കുന്നേ? ഇതൊരു കാഷ്വൽ മീറ്റ് ആണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ നീ കാഷ്വലി ആരും മീറ്റ് ചെയ്യാറില്ലെന്ന്. അതെന്താണെന്ന് അറിയോ? അത് നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഇവിടെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് നിങ്ങൾ ചിലപ്പോ ഡേറ്റിന് വന്നതായിരിക്കും. കോഫി ഡേറ്റ്, ജസ്റ്റ് ലൈക്ക് us. പേപ്പേഴ്സ് ഒക്കെ ഇവരെവിടെ വെച്ചിട്ടുണ്ടാവുക? അൽമാരെ തന്നെ നോക്കാം. ഇതെവിടെ ഒളിച്ചു വച്ചിരിക്കുന്നു? ഒന്നും കാണുന്നില്ലല്ലോ. ഇനി എവിടെയാ നോക്ക്. അതായിരിക്കും ഈ പേപ്പേഴ്സിനെ ഇദ്ദേഹം മുറിയിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനർത്ഥം അദ്ദേഹവും ഇവരുടെ കൂടെ കൂടിയെന്നല്ലേ? എന്നെ പൊട്ടിയാക്കിയിട്ട് എന്റെ സിഗ്നേച്ചർ വാങ്ങാമെന്ന വിചാരം. ഒരിക്കൽ ഞാൻ ഇമോഷണലായി ഈ പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിന് എല്ലാ സ്വത്തുക്കളും തിരികെ കിട്ടും. അതായത് എന്റെ അടുത്ത് പ്രേമ നാടകം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ. സത്യം എന്ത് വേണമെങ്കിലും ആവട്ടെ, ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി. ഈ പേപ്പേഴ്സ് എന്റെ കയ്യിൽ നിന്ന് സിഗ്നേച്ചർ മേടിക്കാനുള്ളതാണ്. പക്ഷെ അതുവരെ ഞാൻ ഒന്നും അറിയാത്ത രീതി വേണം നിൽക്കാൻ. അവരെങ്ങനെയാ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. നീ എന്താ പറഞ്ഞതപ്പോൾ?
നിന്നെ മണ്ടനാക്കാനുള്ള പഴയ ടെക്നിക്കാണ് എന്റെ അടുത്ത് ചെലവാവില്ലാന്ന് അല്ലേ? എന്റെ പൊന്നോ, രാവിലെ തന്നെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ആ അണുബോംബിനെ നശിപ്പിച്ച് ഈ മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. നോ വേ, എന്റെ മിഷൻ അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ എന്റെ റൂമിലേക്ക് തിരിച്ചു പോയേ മതിയാകൂ. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി അച്ഛമ്മ എന്റെ സൈഡിലേക്ക് ആക്കിയേ പറ്റൂ. പക്ഷെ എങ്ങനെ? വളരെ പ്രയാസമേറിയ ജോലിയാണ്. അതെ, നീ തലയ്ക്കെത്ര ലോഡ് കൊടുക്കല്ലേ, തലയ്ക്കകത്തുള്ള ഹാർഡ് ഡിസ്കിന് സ്ക്രാച്ച് വരും. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നിട്ട് രാവിലെ എണീറ്റ് സമാധാനമായിട്ട് ചിന്തിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. മോശമായ അവസ്ഥയിൽ അവൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എനിക്ക് അവനെ നല്ലതുപോലെ അറിയാം. എങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, അത്രേ ഉള്ളൂ കാര്യം. മതി. ഇനി നിനക്കതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ അവന്റെ അടുത്തേക്ക് പോയിട്ട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കും. നീ ഇവിടെ കിടന്ന് കാണിക്കുന്നതെല്ലാം കള്ളത്തരവും തട്ടിപ്പുമാണെന്ന്. പിന്നെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞ എന്റെ അടുത്ത് കംപ്ലൈന്റും കൊണ്ട് വരരുത്. ഇപ്പൊ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അർദ്ധരാത്രി ആയിരിക്കുന്നു എന്റെ മോളെ. രാവിലെ നിനക്ക് എന്തൊക്കെ ജോലി ചെയ്യാനുള്ളതാണെന്ന് അറിയാമോ? പോയി കിടന്നുറങ്ങ്. എപ്പോഴാണോ ഇനിയിപ്പോ ഒന്ന് ചെന്താ, ഇനി അച്ഛമ്മ പെർമിഷൻ തരുന്നത് എപ്പോഴായിരിക്കും എന്തോ. ഇതൊന്നും മറികടന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വഴി കാണുന്നുമില്ല. അച്ഛമ്മയുടെ പെർമിഷനോ? അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി മൈ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഐഡിയ. എന്ത്? അവിടേക്ക് എത്തിച്ചേരാൻ എനിക്ക് വേറൊരു വഴി കിട്ടി. മാറെന്റെ വഴിയിൽ നിന്ന്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ വഴിയിൽ നിന്ന് മാറൂ പ്ലീസ്. പ്രിയയില്ലേ, ഒരൊറ്റ കാര്യത്തിൽ സിമിലർ ആണ്. അതെന്താണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് അച്ഛമ്മയെ വിളിച്ചോണ്ടിരിക്കും. അതുപോലെ എന്താ നീ പറഞ്ഞത് നിന്നെ പറ്റി? ഐ എം എ ന്യൂ ഏജ് വുമൺ, മെന്റലി സ്ട്രോങ്. അതല്ലേ എന്നെ കുരുക്കാൻ വേണ്ടി നിനക്ക് ഒരു സ്ത്രീയുടെ സഹായം വേണ്ടി വരുന്നല്ലേ? അതും ഒരു വയസ്സായ സ്ത്രീയുടെ. അല്ല, നീ പുറത്തു പോകുമ്പോൾ എന്നെ പോലൊരു പയ്യൻ വന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? സോറി, എന്നെ പോലെ വേറെ ആരും തന്നെ കാണില്ല. 100% ഞാൻ സിംഗിൾ പീസാണ്. നീ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വീണ്ടും പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ച പോലെ ഇളക്കം വേറെ ആരെങ്കിലും കാണിച്ചാൽ നീ എങ്ങനെ നിന്നെ സംരക്ഷിക്കും? എനിക്ക് സംരക്ഷിക്കേണ്ടയോ ഹാൻഡിൽ ചെയ്യേണ്ടയോ ആവശ്യം വരുന്നില്ല. നിങ്ങളെ പോലെ തരം താണ പോയിക്കോളാം. ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ. എനിക്കറിയായിരുന്നു നീ ഇത് തന്നെ പറയുന്നു. അവളുടെ കണ്ണിൽ ഇപ്പോ എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇതിനെയല്ലേ പറയുന്നത് യഥാർത്ഥ പ്രണയമെന്ന്? ഇവിടെ വരൂ എന്റെ ലിറ്റിൽ ജൂനിയർ. നീ വളരെ ഫാസ്റ്റാക്കിയ കാര്യങ്ങളല്ലേ? നിന്നെ അവൾ വെറുതെ എടുത്ത് വെച്ചതേ ഉള്ളൂ, അതോ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞോ?